നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. അതായത് ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതൊരു സൂചന തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ സൂചനകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യ തിരിവുകളെക്കുറിച്ച്, അതായത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ തൊടുകുറി ഗണിതത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട തത്തകളുടെ ചിത്രമാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം തത്ത പച്ച തത്തയാണ് എങ്കിൽ രണ്ടാമത്തേതായ തത്ത ചുവന്ന നിറത്തിലുള്ള തത്തയാണ്. ഒരു തത്തയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടതായ കാര്യം നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. പല വിഷമതകളും പ്രയാസങ്ങളും അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് തീർച്ചയായും ആ വിഷമതകൾ എല്ലാം ഒഴിവാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ സമയം ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടണം എന്നോ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കണം എന്നോ തടസ്സങ്ങൾ അകലണം എന്നോ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലെ ആ വിഷമതകളാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളാണ് എങ്കിലും അതൊരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് എല്ലാം പ്രാർത്ഥിക്കുക. ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രമോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് തത്തയാണ് എങ്കിലും ആ തത്തയുടെ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ആദ്യത്തെ തത്ത, അതായത് പച്ച നിറത്തിലുള്ള തത്തയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ആ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്. സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ. സത്യസന്ധത എല്ലാ കാര്യങ്ങളിലും പുലർത്തണം. തനിക്കും തനിക്കൊപ്പം നിൽക്കുന്നവരും അത് നിർബന്ധമായും പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ പല അവസരങ്ങളിലും സത്യസന്ധത നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്ന സാഹചര്യം പോലും ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല വ്യക്തികളുടെയും കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളും അത് സമൂഹത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്മതിക്കാതിരിക്കുന്നതിനാലോ മറ്റോ
പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ ശത്രുക്കളാവുകയോ ചെയ്തിട്ടുണ്ട്. അത് ബന്ധുക്കളായ വ്യക്തികൾ പോലുമാകാം. പല കാര്യങ്ങളും നിരസിച്ചതിനാലോ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിനാലോ അത്തരത്തിൽ സത്യത്തിന്റെ ഭാഗത്ത് നിന്നതിനാൽ പല വിഷമതകളും നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാതിരിക്കുകയും ചെയ്യാം. നിങ്ങൾ പല കാര്യങ്ങളും കള്ളത്തരങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ഈശ്വരാധീനമുള്ള വ്യക്തികളാണ്. എത്ര പ്രശ്നത്തിൽ അകപ്പെട്ടു പോയാലും ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ അതിൽ നിന്നും കരകയറി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പറയാൻ പോകുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദോഷകരമായി ഭവിച്ചിട്ടുണ്ട്. ചെയ്യുന്നതിന് മുൻപ് പല കാര്യങ്ങളും പറയുന്നതായ സാഹചര്യം അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ എതിരായി മാറുന്ന സാഹചര്യം, മറ്റൊരാൾക്ക് യാതൊരു ദ്രോഹവും ഉപദ്രവവും ചെയ്യാത്ത നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും പല വിധത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് വളരെയധികം വില മതിക്കുന്നതായ സ്വത്തുക്കളാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വിലപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇവിടെ പറഞ്ഞു വരുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, പലരും പല വിധത്തിലും അഭിനയിച്ച് വിഷമതകളോ പ്രയാസങ്ങളോ അനുഭവിച്ച് നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലൊരു വളരെയധികം തെറ്റിദ്ധാരണ പടർത്തിയതിനു ശേഷം പല കാര്യങ്ങളും തട്ടിയെടുത്തിട്ടുള്ള സാഹചര്യമുണ്ട്. അത് ബന്ധുക്കളാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ആകാം, അല്ലെങ്കിൽ പല വാഗ്ദാനങ്ങളും നൽകി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. അത് സുഹൃത്തുക്കൾ പോലും ആകാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പലപ്പോഴും പല വ്യക്തികളുടെയും വിഷമതകൾ, പ്രാരാബ്ധങ്ങൾ അത് നിങ്ങൾ ഏറ്റെടുക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾക്കാണ് ദോഷമായി ഭവിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും അത് പ്രശ്നങ്ങൾക്കോ അത് കുടുംബത്തിൽ പല വിധത്തിലുള്ള വിഷമതകൾക്കോ കാരണമായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും പല വ്യക്തികളും കൃത്യമായി പറയുകയാണ് എങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാകാം. ഇവർ നിങ്ങളുടെ മുൻപിൽ ഒരു പ്രയാസം എന്ന് പറയുകയാണ് എങ്കിൽ, മുൻപ് തർക്കമുണ്ടായിരുന്ന വ്യക്തിയാണ് എങ്കിലും നിങ്ങൾ വളരെയധികം തർക്കിച്ചിരുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയതായ വ്യക്തികളോ നിങ്ങളിൽ നിന്നും അകന്നുപോയ വ്യക്തികളോ ആണ് എങ്കിലും ഇവർ വന്ന് ഇത്തരം വിഷമതകൾ പറയുമ്പോൾ പഴയതെല്ലാം നിങ്ങൾ മറക്കുന്നതായ സാഹചര്യം. ഈ സമയം നിങ്ങളുടെ കൈവശമുള്ളത് അത് ധനമാകാം, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാകാം. ഇതെല്ലാം അവർക്ക് നൽകുന്നതായ സാഹചര്യം പലപ്പോഴുമുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇനി പറയാൻ പോകുന്നത് അതിപ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. നിങ്ങളുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നതായ രീതിയിലോ അല്ലെങ്കിൽ കുടുംബത്തെ തന്നെ ദോഷകരമാകുന്ന രീതിയിലോ ഒരു വ്യക്തി ഉള്ളിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. അതൊരു സ്ത്രീയോ പുരുഷനോ ആകാം. അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളുടെ സാന്നിധ്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രവൃത്തികൾ വീക്ഷിച്ച് അവരെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ തന്നെയാകണം എന്നില്ല, നിങ്ങളുടെ ജോലി സ്ഥലത്തോ ബിസിനസ് സംബന്ധമായോ അത്തരത്തിലൊരു വ്യക്തിയും ആകാവുന്നതാണ്. അതിനാൽ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ആരാണോ നിങ്ങൾക്ക് വിശ്വാസമുള്ളത്
അവരുമായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ പറയുവാൻ പാടൂ. അല്ലെങ്കിൽ അത് കുടുംബ കലഹത്തിൽ വരെ എത്തിച്ചേരുന്നതിനോ കുടുംബത്തിൽ തന്നെ പല വിധത്തിലുള്ള അനാവശ്യമായ ചർച്ചകളോ മറ്റ് തെറ്റിദ്ധാരണകൾക്കോ കാരണമായി തീരാം. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമകരമായ കാര്യങ്ങൾ മാത്രമല്ല, ചില കാര്യങ്ങൾ സന്തോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ അനുകൂല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊരു വേണ്ടപ്പെട്ട സുഹൃത്താകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളി പോലും ആകാവുന്നതാണ്. നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചിലർക്ക് അത് സുഹൃത്തുക്കളോ മുൻപ് കണ്ടിട്ടുള്ളതായ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പ്രായമനുസരിച്ച് പങ്കാളിയോ അത്തരത്തിൽ വ്യക്തികളും ആകാവുന്നതാണ്. ഇത്തരത്തിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭ സൂചനകളുമായി എത്തിച്ചേരുന്നതാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും ഇവരുടെ കടന്നുവരവോടെ സഹായത്തോടെ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ സാഹചര്യത്തിലേക്കും നിങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ഒരു തുടർച്ച 14 ദിവസങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാണ്. അതിനാൽ തീർച്ചയായും തൊടുകുറി ഗണിതപ്രകാരം ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഇനി രണ്ടാമത്തെ തത്തയായ ചുവന്ന നിറത്തിലുള്ള തത്തയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അതിൽ പ്രധാനമായും അല്ലെങ്കിൽ ആദ്യമേ പറയേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, എത്ര തന്നെ അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ തിരികെ കയറുവാൻ സാധിക്കില്ല എന്നൊരു കാര്യമാണ് എങ്കിൽ പോലും അതിൽ നിന്നും തന്ത്രപൂർവം അല്ലെങ്കിൽ അതിൽ നിന്നും വളരെ സൂത്രത്തോടെ പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തും വിധം മാറുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ജീവിതത്തിൽ സിദ്ധിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല അവസരങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരമൊരു കഴിവ് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരൊന്ന് മുഖം കറുത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണ് അല്ലെങ്കിൽ വിഷമിച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിച്ചു എന്ന് വരാം, വളരെ വിഷമമായി എന്ന് വരാം. നിങ്ങളത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലതൊരു മുറിവായി മാറാം. പെട്ടെന്ന് സങ്കടം കടന്നു വന്നു എന്ന് വരാം. ഒരു പക്ഷേ കരയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ ആരെയാണോ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ബഹുമാനം നൽകി പോരുന്നതായ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലൊരു സ്വഭാവം പ്രതികരണം ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ വളരെയധികം തളർത്തിക്കളയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അത് നിങ്ങൾക്ക് മറക്കുവാനോ അല്ലെങ്കിൽ അത് സഹിക്കാൻ സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബലഹീനതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ പലരും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. മുതലെടുത്ത് പലപ്പോഴും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിൽ നിന്നും തന്ത്രപൂർവം രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
എല്ലാവരുടെയും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളും, അതായത് ചതിക്കുന്നതായ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പലപ്പോഴും രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. പ്രയാസത്തോടെ തന്നെയായിരിക്കാം ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയും നേരിടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകണം എന്നില്ല. അല്പം മോശാവസ്ഥയിലൂടെയാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തൊടുകുറി ഗണിതത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും. മാത്രമല്ല, പല രീതിയിലും പല കാര്യങ്ങളിലും കലഹങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വിഷമങ്ങൾ ഇരട്ടിപ്പിക്കുന്നുണ്ട്. അതായത് അനാവശ്യമായ കലഹങ്ങളാകാം. അത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, പല വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഇവിടെയും ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒന്നും നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ പോലും പലരും നിങ്ങളെ പല രീതിയിലും കുത്തി നോവിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ വിഷമിപ്പിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം പല കാര്യങ്ങളും ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൂടി തീർച്ചയായും പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ ദോഷാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു പരിതാപകരമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ലഭിക്കാതെ തടയിടുന്നതായ സാഹചര്യം, അത് നിങ്ങളുടെ പല വിധത്തിലും ഉയർച്ചയെയും അനുകൂല സാഹചര്യങ്ങളെയും ബാധിക്കുന്ന സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ അസൂയയോടെ നോക്കി കാണുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെല്ലാം കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് മറ്റുള്ളവർ കരുതി പോരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുതയ്ക്ക് പലവിധ കാരണങ്ങൾക്കുണ്ട്. അതിൽ പ്രധാനമായും അസൂയ തന്നെയാണ് മറ്റുള്ളവർക്ക് ബാധിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശത്രുക്കൾ തന്നെയാണ് കൂടുതൽ. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ജീവിതം അല്ലെങ്കിൽ സന്തോഷകരമായ ജീവിതമാണ് എങ്കിലും അത് കാണുമ്പോൾ അവർക്ക് അസൂയ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ ശുഭകാര്യങ്ങൾ പുറമെ പറയാതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതായിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ചില രഹസ്യങ്ങൾ ഉണ്ടാകുന്നതും ശുഭകരമാണ്. ഈ സമയം നിങ്ങളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല എന്നത് അവരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ ശത്രുദോഷത്തിന്റെ കാഠിന്യം പോലും കുറയുന്നതിനോ അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ എല്ലാം എല്ലാവരോടും പറയേണ്ടതായിട്ടില്ല. ഇനി തൊടുകുറി ഗണിതത്തിലൂടെ നോക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതൊരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പോലുമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ ഒരു അവസരത്തിൽ സ്ഥല കച്ചവടം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യവുമാകാം. നിങ്ങൾ പല കാര്യങ്ങൾ വളരെ കാലങ്ങളായി ശ്രമിച്ചിട്ടും നടക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം ഈ സമയം രൂപപ്പെടാം. ഈ സമയം തൊഴിൽ, സ്ഥലം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ഇത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്കുള്ള അവസരം കൃത്യമായി തന്നെ കടന്ന് വരാവുന്നതാണ്. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താലാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ
ഫലങ്ങൾ ഇപ്രകാരമാണ്.